നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ തിരുവനന്തപുരം ഒഴികെ മറ്റു കോർപ്പറേഷനുകൾ ഉണ്ടെങ്കിലും എപ്പോഴും വാർത്താ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അത് പലവിധ സംഭവ വികാസങ്ങൾ കൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എപ്പോഴും ശ്രദ്ധ നേടാറുള്ളത്. ഏതായാലും വർഷങ്ങളോളം നീണ്ട CPM-ന്റെ ഭരണത്തിന് ശേഷം BJP കോർപ്പറേഷൻ പിടിച്ചെടുത്തപ്പോൾ മുതൽ പല പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് തലസ്ഥാന നഗരസഭയിലെ ഭരണത്തെ അപകീർത്തിപ്പെടുത്താൻ CPM പ്രവർത്തകർ ആസൂത്രിതമായി പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം തള്ളുകയാണെന്ന ഗുരുതര ആരോപണവുമായിട്ടാണ് മേയർ VV രാജേഷ് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി. അതിലാണ് കൃത്യമായിട്ട് പല തെളിവുകൾ സഹിതം അദ്ദേഹം എന്താണ് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. നല്ല രീതിയിൽ ഭരിക്കാൻ തന്നെയാണ് ഈ BJP കോർപ്പറേഷന് ആഗ്രഹം. പക്ഷെ അതിനെ സമ്മതിക്കാതെ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ BJP കോർപ്പറേഷൻ എങ്ങനെയെങ്കിലും താഴെ ഇറക്കാനുള്ള വളരെ വൃത്തികെട്ട കളികളാണ് ചിലർ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് മേയർ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം തള്ളാൻ ശ്രമിക്കുകയും അത് തടയാൻ ശ്രമിച്ച നഗരസഭാ ജീവനക്കാരനെ വാഹനമിടിച്ചു കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് മേയർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചിരിക്കുകയാണ്. കേസിൽ പോലീസിന്റെ പിടിയിലായ കരിമഠം കോളനി സ്വദേശി ഷമീർ ഉന്നത CPM നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളാണെന്നും മേയർ ചൂണ്ടിക്കാട്ടി. ഭരണം നഷ്ടപ്പെട്ടതിന്റെ വിരോധത്തിലും നിരാശയിലും ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. നഗരസഭയിലെ ഭരണമാറ്റത്തിന് ശേഷം CPM-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരം ആസൂത്രിത നീക്കങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുമെന്നും മേയർ വ്യക്തമാക്കി. സംഭവത്തിൽ ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം തള്ളുന്നത് തടഞ്ഞ നഗരസഭാ ജീവനക്കാരായ സുരേഷ്, രാഹുൽ എന്നിവരെയാണ് വാഹനമിടിച്ച് അപായപ്പെടുത്താൻ പ്രതി ശ്രമിച്ചത്. അതായത് ആ നഗരം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള കയ്യേറ്റം ഉണ്ടായിരിക്കുന്നത് എന്ന് ഓർക്കണം. കോർപ്പറേഷൻ ജീവനക്കാരാണ്, നമ്മുടെ ചുറ്റുപാടുകളും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത്. നിരീക്ഷണത്തിനായി നഗരസഭ ചുമതലപ്പെടുത്തിയ ഈ ജീവനക്കാരുടെ ബൈക്കിന് മുകളിലൂടെ ഷമീർ വാഹനം കയറ്റി ഇറക്കുകയായിരുന്നു. പരിക്കേറ്റ നഗരസഭാ ജീവനക്കാരൻ സുരേഷിനെ ചികിത്സയ്ക്ക് ശേഷം ഫോർട്ട് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. സംഭവത്തിൽ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ആമയിഴഞ്ചാൻ തോട്ടിൽ നഗരസഭാ ജീവനക്കാരെ ആക്രമിച്ച കേസിൽ 1-ാം പ്രതി കരിമഠം കോളനി സ്വദേശി സുരേഷിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അയാൾ തമിഴ്നാട്ടിലേക്ക് കടന്ന 2-ാം പ്രതി ഷമീറിനെയും അന്വേഷണ സംഘം പിന്തുടർന്നും പിടികൂടുകയായിരുന്നു. നഗരത്തിൽ നിന്ന് അനധികൃതമായി ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് തള്ളുന്ന വൻ ശൃംഖലയിലെ പ്രധാനിയാണ് പിടിയിലായ ഷമീർ എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. പ്രതിയായ ഷമീറിന് CPM ഉന്നത നേതൃത്വവുമായുള്ള വഴിവിട്ട ബന്ധത്തിന്റെ തെളിവുകളും മേയർ VV രാജേഷ് വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു. CPM ചാല ഏരിയ സെക്രട്ടറി സുന്ദറിനൊപ്പമാണ് ഷമീർ നിൽക്കുന്ന ചിത്രം മേയർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കിയത്. തിരുവനന്തപുരം നഗരത്തെ കൃത്രിമമായി മലിനമാക്കി ഭരണ സംവിധാനത്തെ ജനമധ്യത്തിൽ മോശമാക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും ഈ തെളിവുകൾ വ്യക്തമാക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. മുൻ CPM ഭരണസമിതി നടപ്പിലാക്കിയ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ തികച്ചും അപൂർണവും പോരായ്മകൾ നിറഞ്ഞതുമായിരുന്നു. നിലവിലുള്ള സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പുതിയ ഭരണസമിതി. എന്നാൽ മുൻ മന്ത്രിമാർ അടക്കമുള്ള ഉന്നതരുടെ അറിവോടെയും ഗൂഢാലോചനയോടെയുമാണ് ഇപ്പോൾ തലസ്ഥാനത്ത് മാലിന്യങ്ങൾ തള്ളുന്നതെന്നും ഇതിൽ വിശദമായ അന്വേഷണം വേണമെന്നും മേയർ ആവശ്യപ്പെട്ടു. പുതിയ ഭരണസമിതി അധികാരമേറ്റ് 6 മാസം പിന്നിട്ടിട്ടും ഭരണത്തിനെതിരെ കാതലായ ഒരു അഴിമതിയോ ആരോപണമോ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. നഗരസഭ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നത് സഹിക്കാത്തതിനാലാണ് CPM നേരിട്ട് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്ന ദാരുണമായ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നടത്തുന്ന ഈ കളികൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് മേയർ ഓർമ്മിപ്പിച്ചു. നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിനായി സമഗ്രമായ പുതിയ പദ്ധതി നടപ്പാക്കാൻ ഭരണസമിതി തയ്യാറെടുക്കുകയാണെന്ന് മേയർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നത് തടയാൻ കർശനമായ നിരീക്ഷണവും കർമ്മ പദ്ധതികളും ആരംഭിച്ചു കഴിഞ്ഞു. ഏതായാലും ഇതിന് പിന്നാലെ തന്നെ
ഇപ്പോൾ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള വി ശിവൻകുട്ടി ചില ആരോപണങ്ങൾ ഉന്നയിച്ചു വന്നു. മേയർ പറയുന്നതൊക്കെ അസത്യമാണെന്നും മേയർ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും വിളിച്ചു പറയുന്ന ആളാണെന്നൊക്കെയാണ് ഇപ്പോൾ വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും തെളിവ് സഹിതം ഇപ്പോൾ പിടിയിലായിട്ടുള്ള പ്രതിക്ക് പല ഉന്നതരുമായിട്ട് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന പല തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. മികച്ച രീതിയിൽ ഭരണമുന്നേറ്റവുമായി പോകുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ മനഃപൂർവ്വം തിരുവനന്തപുരം നഗരത്തെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ചില ആളുകൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. അമേഴഞ്ചാൻ തോട്ടിൽ ഒരു മനുഷ്യൻ വീണ് മരിച്ച വാർത്ത നമുക്ക് ഏറെ വേദനയോട് കൂടിയിട്ടാണ് നമ്മളെല്ലാവരും കണ്ടതും കേട്ടതും. ഇനിയും അത്തരത്തിലുള്ള ഒരു വാർത്ത നമ്മൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു അവസരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കീഴിൽ മേയർ വി രാജേഷ് ഇത്തരത്തിലുള്ള നല്ല നീക്കവുമായിട്ട് മുൻപോട്ട് പോകുന്നത്. അതിനിടയിലാണ് അതിനെ നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ കോർപ്പറേഷന് പഴി ചാരാനായിട്ട് വൃത്തികെട്ട രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ കാപ്പ തടങ്കിലായ വാഴോട്ടുകുണം കൗൺസിലർ ആർ സുഗതന്റെ കാര്യത്തിൽ നിയമവും കോടതി നിർദ്ദേശങ്ങളും അനുസരിച്ചുള്ള നടപടികൾ കൈകൊള്ളുമെന്നും ചോദ്യത്തിന് മറുപടിയായി മേയർ പറഞ്ഞു. കൗൺസിലർമാരുടെ അയോഗ്യത സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ ചട്ടങ്ങൾ അനുസരിച്ച് നിർണായക തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നഗരത്തിലെ തെരുവ് നായ ശല്യം പരിഹരിക്കുന്നതിനായി ശക്തമായ നടപടികളാണ് നഗരസഭ സ്വീകരിച്ചു വരുന്നത്. നിലവിൽ ദിവസവും ശരാശരി 20 തെരുവ് നായ്ക്കളെ വരെ നഗരസഭാ സംഘം പിടികൂടുന്നുണ്ടെന്നും ABC പദ്ധതികൾ ഊർജിതമാക്കി തലസ്ഥാനവാസികളുടെ ആശങ്കകൾ പൂർണ്ണമായും പരിഹരിക്കുമെന്ന് മേയർ വി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ ആർ സുഗതന്റെ 6 മാസത്തെ കാപ്പ തടവാണ് കാപ്പ ഉപദേശക സമിതി ശരിവെച്ചത്. നടപടിക്കെതിരെ സുഗതൻ ഇനി ഹൈക്കോടതിയെ സമീപിക്കാം. ഹൈക്കോടതിയും തള്ളിയാൽ സുഗതൻ ജയിലിൽ തുടരണം. കോർപ്പറേഷനിലെ കൗൺസിലർ സ്ഥാനം നഷ്ടമാകും. വട്ടിയൂർക്കാവ് പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് സുഗതൻ. 2019 ഓഗസ്റ്റ് 25 ഒരാളെ കല്ലുകൊണ്ട് തലക്കടിച്ചതിന് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ ശ്രമം. 2023 ജൂലൈ 20 മറ്റൊരാളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി വാഹനങ്ങളും വീടും ആക്രമിച്ചു തകർത്തു. 2023 ജൂലൈ 17 ഭർത്താവിന് എതിരെയുള്ള പക തീർക്കാൻ ഭാര്യയെ വീട്ടിൽ കയറി അതിക്രമിച്ചു. 2025 മാർച്ച് 14 ബിസിനസ് തർക്കത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച കേസിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം. 2025 ജൂലൈ 25 സെക്യൂരിറ്റി ജീവനക്കാരന് പണം നൽകാത്തതിനെ ജുഡീഷ്യൽ ഓഫീസറെ ഭീഷണിപ്പെടുത്തിയ കേസ്. 2026 ഫെബ്രുവരി 2 അന്ന് MLA ആയിരുന്ന VK പ്രശാന്തിന്റെ പരാതിയിൽ ശിശുമന്ദിരം ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് തടസ്സപ്പെടുത്തിയെന്ന കേസിലും പ്രതിയാണ് സുഗതൻ. ഈ കേസുകളെല്ലാം നിലനിൽക്കുകയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുഗതനെ BJP വാഴോട്ടുകോണത്ത് സ്ഥാനാർത്ഥിയാക്കിയത്.